പോലീസ് ആസ്ഥാനത്തെ ADGP ആയിരുന്ന എസ് രജിത്തിനെ ജയിൽ വകുപ്പ് മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. അർജുൻ രാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, എങ്ങനെയാണ് പുതിയ മാറ്റങ്ങൾ? സേതു, IAS തലപ്പത്തെ വലിയ അഴിച്ചുപണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് തലപ്പത്തും വലിയ അഴിച്ചുപണി ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാന ചുമതലയിലേക്ക് വിജയൻ എത്തുന്നു എന്നുള്ളതാണ്. നിലവിലെ ഇന്റലിജൻസ് മേധാവിയായിരുന്നു വിജയനെ പുതുതായി ക്രമസമാധാന ചുമതലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് UDF സർക്കാർ കൊണ്ടുവരുന്നു എന്നതാണ്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്തേക്കാണ് മാറുന്നത്. പോലീസ് ആസ്ഥാനത്തായിരുന്നു നിലവിൽ ADGP ശ്രീജിത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ജയിൽ മേധാവിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബറ്റാലിയൻ ADGP ആയിരുന്ന ദിനേന്ദ്ര കശ്യപാണ് ഇനി ഇന്റലിജൻസ് മേധാവിയുടെ ചുമതല വഹിക്കുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സുപ്രധാന പദവികൾ ഇല്ലാതിരുന്ന മറ്റു ചിലർക്കും പുതുതായി മാറ്റമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AP ഷൗക്കത്ത് അലിയുടെ കാര്യമാണ്. കോഴിക്കോട് കമ്മീഷണറായിട്ടാണ് ഷൗക്കത്ത് അലിയെ നിയമിച്ചിട്ടുള്ളത്. TP കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ഷൗക്കത്ത് അലിയെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രധാനപ്പെട്ട പദവികൾ നൽകിയിരുന്നില്ല. ഇപ്പോൾ ഗൺമാൻമാർക്കെതിരായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരായിട്ടുള്ള കേസ് കൂടി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലിയെ UDF സർക്കാർ പ്രധാനപ്പെട്ട പദവികളിലേക്ക് കൊണ്ടുവരുന്നു. അതേ സമയത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ ആരോപണങ്ങളൊക്കെ നേരിട്ട അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ മാറ്റമില്ല. ബെവ്കോ CMD ആയി തന്നെ അജിത് കുമാർ തുടരും. ഒപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയ യോഗേഷ് ഗുപ്ത പ്രധാന പദവികളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുമില്ല. ഓക്കെ അർജുൻ, ശരി. അപ്പൊ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ പോലീസിൽ സർക്കാരിന്റെ അഴിച്ചുപണി.